ദൈവത്തിന്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒന്ന് തിരഞ്ഞെടുക്കുക എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 ശമൂവേൽ 24:12 ഞാൻ നിനക്ക് 3 കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. അവയിൽ ഒന്ന് നിനക്കായി തിരഞ്ഞെടുക്കുക. ഞാൻ അത് നിന്നിലേക്ക് ചെയ്യും. ഒന്ന് തിരഞ്ഞെടുക്കുക എന്ന് കർത്താവ് പറയുന്നു. നമ്മുടെ മുൻപിൽ പല കാര്യങ്ങളും വയ്ക്കപ്പെട്ടേക്കാം. പ്രശ്നങ്ങളും പോരാട്ടങ്ങളും പ്രലോഭനങ്ങളും കെണികളും അല്ലെങ്കിൽ വ്യത്യസ്ത വഴികളും ഓപ്ഷനുകളും. എന്നാൽ ചോദ്യം ഇതാണ്, നിങ്ങൾ എന്ത് തിരഞ്ഞെടുക്കും? കർത്താവ് സ്നേഹപൂർവ്വം അടുത്തു വന്നിട്ട് പറയുന്നു, ഒന്ന് തിരഞ്ഞെടുക്കുക, ഞാൻ അത് നിനക്കായി ചെയ്യും. അതിനാൽ ആശയക്കുഴപ്പമോ ഉത്കണ്ഠയോ ആവശ്യമില്ല. കർമ്മേൽ പർവ്വതത്തിൽ ഏലിയാവ് ജനങ്ങളോട് വെല്ലുവിളിച്ചു, നിങ്ങൾ ബാലിനെ തിരഞ്ഞെടുക്കുമോ അതോ ജീവനുള്ള ദൈവത്തെ തിരഞ്ഞെടുക്കുമോ? എന്നാൽ ജനം നിശബ്ദരായി. കാനാനിൽ പ്രവേശിച്ച ശേഷം യോശുവ ചോദിച്ചു, നിങ്ങൾ ആരെ സേവിക്കും? എന്നിട്ട് അവൻ സ്വയം തീരുമാനം പ്രഖ്യാപിച്ചു, എന്നെയും എൻ്റെ ഭവനത്തെയും സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇത് യോശുവ 24:15 കാണപ്പെടുന്നു. ദാവീദ് ഒരു കാര്യം തിരഞ്ഞെടുത്തു. ഞാൻ കർത്താവിനോട് ഒരു കാര്യം അപേക്ഷിച്ചു, ഞാൻ അത് അന്വേഷിക്കും. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കേണ്ടതിന്. ഇത് സങ്കീർത്തനം 27:4 കാണപ്പെടുന്നു. മാർത്ത ആ കാര്യം തിരഞ്ഞെടുത്തില്ല. അവൾ വിഷമങ്ങളിലും ജോലിയിലും മുഴുകി. എന്നാൽ മറിയ നല്ല ഭാഗം തിരഞ്ഞെടുത്തു. അവളിൽ നിന്ന് ഒരിക്കലും എടുത്തു കളയപ്പെടാത്ത ഒരു തിരഞ്ഞെടുപ്പ്. അപ്പോസ്തലനായ പൗലോസ് ആ കാര്യം തിരഞ്ഞെടുത്തു. സഹോദരന്മാരെ, ഞാൻ എന്നെ തന്നെ പിടിച്ചു എന്ന് കരുതുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളവ മറന്ന് മുൻപിലുള്ളവയിലേക്ക് ആഞ്ഞുകൊണ്ട് ക്രിസ്തുവേശുവിൽ ദൈവത്തിന്റെ ഉന്നത വിളിയുടെ സമ്മാനത്തിനായി ലക്ഷ്യത്തിലേക്ക് ഓടുന്നു. ഇത് ഫിലിപ്പിയർ 3:13-14 കാണപ്പെടുന്നു. അവൻ ക്രിസ്തുവേശുവിങ്കിലേക്ക് വിജയകരമായ ഒരു ഓട്ടം ഓടി. ഒരു ദിവസം കർത്താവ് ശലോമോന് ഗിബിയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. ഇത് 1 രാജാക്കന്മാർ 3:5 കാണപ്പെടുന്നു. ശലോമോൻ തന്നെ താൻ താഴ്ത്തി പ്രാർത്ഥിച്ചു, ദൈവമേ, നിന്റെ ജനത്തെ ന്യായം വിധിപ്പാൻ നിന്റെ ദാസന് വിവേകമുള്ളൊരു ഹൃദയം തരണമേ. ഈ താഴ്മ കർത്താവിന്റെ ദൃഷ്ടിയിൽ പ്രസാദകരമായിരുന്നു. അഹശ്വേരോശ് രാജാവ് ഒരിക്കൽ എസ്തേർ രാജ്ഞിയോട് ചോദിച്ചു, നിന്റെ അപേക്ഷ എന്താണ്? അത് നിനക്ക് ലഭിക്കും, രാജ്യത്തിന്റെ പകുതിയായാലും. ഇത് എസ്തേർ 5:3 കാണപ്പെടുന്നു. എസ്തേർ നടത്തിയ ഒരു അപേക്ഷ എല്ലാ യഹൂദന്മാർക്കും വിടുതൽ നൽകി. അവരുടെ ദുഃഖം സന്തോഷമായി മാറി. ദൈവമക്കളെ, അത് ഒന്ന് മാത്രം തിരഞ്ഞെടുക്കുക. കർത്താവ് തീർച്ചയായും നിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം 1 ശമൂവേൽ 1:17 സമാധാനത്തോടെ പോകൂ, ഇസ്രായേലിന്റെ ദൈവമായ യഹോവ നീ അപേക്ഷ അവൻ നിനക്ക് നൽകട്ടെ. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ 2 ദിനവൃത്താന്തം 1, 2, 3 അധ്യായങ്ങൾ. വൈകുന്നേരം യോഹന്നാൻ 10 1 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ.